കോഴിക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ മരണക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. മുഖ്യപ്രതി സിൻജോ ജോൺസൺ, ആദിത്യൻ, ഡാനിഷ് എന്നിവരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്നത്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എല്ലാ പ്രതികളും പിടിയിലായിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? അറസ്റ്റ് എപ്പോൾ രേഖപ്പെടുത്തും? അങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പൂജ, 18 പ്രതികളാണ് ആകെ ഈ കേസിലുള്ളത്. അതിൽ 11 പേരുടെ അറസ്റ്റാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 3 പേരെ കൂടെ ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തു. 4 പേരായിരുന്നു പിന്നീട് ഒളിവിൽ തുടർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ മുഖ്യ ആസൂത്രകനായി കരുതുന്ന സിൻജോ ജോണിനെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അങ്ങനെ 18 പ്രതികളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഡാനിഷ്, ആദിത്യൻ, സിൻജോ ജോൺ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യ ആസൂത്രകനായി പോലീസ് കരുതുന്ന സിൻജോ ജോണിന്റെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങനെ 18 പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ ആദ്യമായി ഈ കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മണിക്കൂറിൽ പറയാനുള്ളത്. നേരത്തെയാണ് നമ്മൾ ആദ്യമായി ഈ കോളേജ് ഹോസ്റ്റലിലെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. കോളേജ് ഹോസ്റ്റലിൽ നമ്മൾ എത്തിയിരുന്നു. പിന്നാലെ MLA-മാരൊക്കെ അവിടെ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പ്രതികരണത്തിന് തയ്യാറായത്. അവർ പറയുന്നത് അത്തരത്തിൽ സിദ്ധാർത്ഥൻ നിരന്തരം പീഡനത്തിന്, മർദ്ദനത്തിന് ഇരയായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ പട്ടിണിക്കിട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഭക്ഷണം കൊടുത്തിട്ടും സിദ്ധാർത്ഥൻ കഴിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇത്രയും ദിവസം പ്രതികരിക്കാതിരുന്നത് എന്താണെന്ന് ചോദ്യത്തിന് സിദ്ധാർത്ഥന്റെ വേർപാടുണ്ടാക്കിയ ഞെട്ടലാണ് പ്രതികരിക്കാതിരുന്നത് എന്നാണ് അവർ പ്രതികരിച്ചത്. എന്തായാലും ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പ്രതികരണമാണ്. അതിൽ ഒരു SFI അംഗം വിദ്യാർത്ഥിയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും SFI പ്രതിനിധികളല്ല. അങ്ങനെ ഒരു ചോദ്യവും വരാം. അങ്ങനെ ന്യായീകരിച്ചതോടെയുള്ള ഒരു പ്രതികരണം വരുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രതികരണമാണോ എന്നൊക്കെ ഒരു ചോദ്യം വരാം. പക്ഷേ ഒരു വിഭാഗത്തിന്റെ പ്രതികരണത്തിൽ അതിൽ ഒരു SFI അംഗം കൂടിയുണ്ട് എന്നാണ് നമ്മളോട് പ്രതികരിച്ചവരിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക് വന്നാൽ തുടക്കം മുതൽ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ പ്രതിഷേധങ്ങളായിരുന്നു വെറ്റിനറി കോളേജിനകത്ത് കണ്ടത്. കോൺഗ്രസിന്റെ മാർച്ച്, യൂത്ത് ലീഗിന്റെ മാർച്ച്, ഒപ്പം MLA-മാർ, KSU നേതാക്കൾ ഉൾപ്പെടെ, സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് പ്രതിഷേധങ്ങളും ഇന്ന് അവിടെ അരങ്ങേറിയിരുന്നു. ഇടയ്ക്ക് അരുൺ പറഞ്ഞിരുന്ന ആ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഈ കോളേജ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. ആ കണ്ടെത്തലുകളൊക്കെ തെറ്റാണെന്ന് വാദിച്ച് വെറ്റിനറി കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളാണ് രംഗത്ത് വന്നത്. സിദ്ധാർത്ഥൻ മാസങ്ങളോളം മർദ്ദനത്തിന് ഇരയായിട്ടില്ല എന്നും പട്ടിണിക്കിട്ടിട്ടില്ല എന്നുമാണ് ഇവരുടെ വാദം. ഇത്രയും നാൾ എന്തുകൊണ്ട് പ്രതികരിക്കാതിരുന്നു എന്നുള്ള ചോദ്യത്തിന് സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള ഞെട്ടൽ വിട്ടു മാറാത്തതിനാലാണെന്നും ഹോസ്റ്റലിലെ താമസക്കാരായ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ മരണശേഷം ആദ്യമായിട്ടാണ് ഈ പൂക്കോട്ട് കോളേജിലെ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. അവരുടെ വാക്കുകൾ കേൾക്കാം. ഈ 3 ദിവസത്തെ മർദ്ദനമൊന്നും അവന് നേരിട്ടിട്ടില്ല. മർദ്ദനം നേരിട്ടുണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ 3 ദിവസം പട്ടിണിക്കിട്ടു അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി മർദ്ദിച്ചു 3 ദിവസം അടുപ്പിച്ച് അതൊന്നും നടന്നിട്ടില്ല. സത്യം എന്താ ഇങ്ങനെ കള്ളങ്ങള് പൊട്ടി മുളക്കണേന്ന് പോലും അറിയത്തില്ല എങ്ങനെയാണ്. പിന്നെ മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ലല്ലോ, മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ല, പക്ഷെ 3 ദിവസമായിട്ട് മർദ്ദിച്ചില്ല എന്നാ പറയുന്നത്. മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ല, മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷെ അവന് ഇവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി, ഞങ്ങൾ ഇവിടുത്തെ മെസ്സിലെ കുക്കും ഭക്ഷണം അവന്റെ റൂമിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവൻ കഴിച്ചിട്ടില്ല. അല്ലാണ്ട് നമ്മ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് അവൻ തന്നെയാണ്, എന്റെ ജൂനിയർ ബാച്ചാണ്. പക്ഷെ അവൻ അങ്ങനെ ഒരു കടുങ്ങ ചെയ്തു പോയി. പിന്നെ ഒച്ചയും ബഹളം കേൾക്കണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് MS എപ്പോഴും ബഹളം കാര്യങ്ങളൊക്കെ തന്നെ. എല്ലാവരും ഉറങ്ങുമ്പോഴും ലേറ്റ് ആവും, നല്ല പാട്ടും ബഹളം ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങൾ സീനിയർ ജൂനിയർ തമ്മിൽ ഇങ്ങനെ റാഗിങ്ങിന്റെ പ്രശ്നം ഇതിലായിട്ട് ഉണ്ടായിട്ടില്ല. ഇവന്മാർ രണ്ടുപേരും എന്റെ ജൂനിയേഴ്സാ. ഇവന്മാർക്ക് എന്നെ ചേട്ടാന്ന് എന്നെ പേടിച്ചെന്നല്ല നിൽക്കുന്നത്. ഇവന്മാർ ഞങ്ങളെ ഭയങ്കര കമ്പനിയാണ്. ഇവിടുത്തെ സീനിയർ ജൂനിയർ ബന്ധം ഭയങ്കര കമ്പനിയാണ് ഇവിടെ. അതായത് ഇത് റാഗിങ് അല്ല. ആ വിദ്യാർത്ഥികളുടെ വാക്കുകളാണ് കേട്ടത്. അരുൺ അമൃതനാഥ് തുടരുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അരുൺ, ആ വിദ്യാർത്ഥികൾ പറയുന്നിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ മറ്റു പല കണ്ടെത്തലുകൾ അത് തെറ്റാണ് എന്ന് വാദിക്കുന്നുണ്ടല്ലോ ഈ വിദ്യാർത്ഥികൾ. അത് എന്തുകൊണ്ടായിരിക്കാം? മാത്രമല്ല ഈ വിദ്യാർത്ഥികളുടെ വാക്കുകളും പ്രധാനമായിരിക്കുമല്ലോ. ഇപ്പോഴാണ് അവർ മുന്നിലേക്ക് എത്തുന്നത്. ഇവരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കുമോ?
അത്തരത്തിൽ പോലീസിന് ഒരു നീക്കമുണ്ടോ എന്ന് ഇപ്പോൾ എന്തായാലും വ്യക്തമല്ല. എന്തായാലും ആന്റി റാഗിംഗ് സെല്ലിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയായിരുന്നു. 31 വിദ്യാർത്ഥികളാണ് ഈ സിദ്ധാർത്ഥനെ പരസ്യ വിചാരണ ചെയ്തത്, ക്രൂരമായി ആക്രമിച്ചത്. അതിൽ 18 പേരാണ് മൃഗീയമായി സിദ്ധാർത്ഥനെ ആക്രമിച്ചത്. അതിൽ 18 പേർക്കെതിരെയാണ് പോലീസ് എന്തായാലും കേസെടുത്തത്. അപ്പോൾ 4 ഇടത്ത് വെച്ച ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത്, ഹോസ്റ്റലിനകത്ത്, ഹോസ്റ്റലിനടുത്തുള്ള കുന്നിൻചെരുവിൽ ഈ ഡോർമെട്രിയിൽ വെച്ചും സിദ്ധാർത്ഥനെ മർദ്ദിച്ചു. ഡോർമെട്രിയിൽ അവശനായിരിക്കെ സിദ്ധാർത്ഥൻ ഈ കട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് വലിച്ച് വീണ്ടും മർദ്ദിച്ചു. ഒപ്പം ഈ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സിദ്ധാർത്ഥന്റെ സഹപാഠിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെയായിരിക്കും ശിക്ഷ നേരിടേണ്ടി വരിക എന്ന് പറഞ്ഞു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം ഗൗരവപരമായ കണ്ടെത്തലുകളായിരുന്നു, ഞെട്ടിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളായിരുന്നു ആന്റി റാഗിംഗ് സെൽ എന്തായാലും ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ട് പ്രകാരം അങ്ങനെയായിരുന്നു. തുടർന്ന് നമ്മൾ ഹോസ്റ്റലിൽ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ശക്തമായ പ്രതിഷേധങ്ങളും കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്തായാലും പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും ഈ വിദ്യാർത്ഥികളുടെയോ കോളേജ് അധികൃതരുടെയോ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസ് എന്തായാലും പൂജ ചോദിച്ചതുപോലെ തന്നെ ഇവരിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പോലീസിന് ഇവർ മൊഴിയെടുക്കാനുള്ള സാധ്യതയൊക്കെ എന്തായാലും ഉണ്ട്. ഈ മണിക്കൂറിൽ എന്തായാലും അതിന്റെ വിശദാംശങ്ങളൊന്നും പോലീസ്